ഹായ് എവരിവൺ, വെൽക്കം ടു നിഷ എജു ഹബ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്തു. അതിൽ 7 പ്രിൻസിപ്പിൾസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞത്. അടുത്ത 7 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ 14 പ്രിൻസിപ്പിൾ ആണ്. ഹെൻറി ഫയോളിന്റെ ആണ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അതിൽ 8th പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സെൻട്രലൈസേഷൻ ആണ്. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ ഡിഗ്രി ടു വിച്ച് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ ടോപ്പ് മാനേജ്മെന്റ് ലെവൽ. അതായത് ടോപ്പ് ലെവൽ ഓഫ് അതോറിറ്റി, ടോപ്പ് മാനേജ്മെന്റ് ലെവലിലാണ് ഡിസിഷൻ മേക്കിംഗ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് കേന്ദ്രീകരിച്ചിരിക്കുന്ന, സെൻട്രലൈസ്ഡ് ആയിരിക്കുന്നത് എവിടെയാണ്? ടോപ്പ് മാനേജ്മെന്റ് ലെവലിലാണ്. ഇനി 9th വൺ, സ്കേലാർ ചെയിൻ. സ്കേലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലിയർ unbroken line of authority and communication extending from the top to the bottom of the organization. അതായത് ടോപ്പ് ലെവലിൽ നിന്നും ഏറ്റവും ബോട്ടം ലെവൽ വരെയുള്ള എംപ്ലോയീസ്, അതായത് വർക്കേഴ്സ്, ഓർഗനൈസേഷന്റെ ടോപ്പ് ലെവലിൽ നിന്നും ബോട്ടം ലെവൽ വരെയും ഉള്ള ഒരു ക്ലിയർ അൺബ്രോക്കൺ ലൈൻ ഓഫ് അതോറിറ്റി, അതായത് വളരെ ക്ലിയർ ആയിട്ടുള്ള, ഇപ്പൊ ടോപ്പ് ലെവലിൽ ഇപ്പം മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കും, തൊട്ട് വരുന്നത് അസിസ്റ്റന്റ് മാനേജർ ആയിരിക്കും, പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഉണ്ടായിരിക്കും, അതിനുശേഷം എംപ്ലോയീസ്, ഏറ്റവും ബോട്ടം ലെവലിൽ വരുന്ന വർക്കേഴ്സും. അപ്പം ടോപ്പ് ലെവലിൽ നിന്നും ബോട്ടം ലെവൽ വരെയും അൺബ്രോക്ക് ചെയ്യാത്ത, അതായത് അൺബ്രോക്കൺ ആയിട്ടുള്ള, ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ ഒന്നും കട്ടായി പോകരുത്, അല്ലെ? ഫ്രം ദ ടോപ്പ് ടു ബോട്ടം ലെവൽ വരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ ഒരു ലൈൻ ഓഫ് അതോറിറ്റി ആണ് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്ലിയർ ആണ്, അതായത് യാതൊരുവിധ കൺഫ്യൂഷനും ഉണ്ടാവരുത്. സബോർഡിനേറ്റ്സിന് അവരുടെ തൊട്ട് മുകളിലുള്ള സൂപ്പർവൈസേഴ്സ്, അതിന് മുകളിലുള്ള മാനേജേഴ്സ്, അപ്പൊ ഓരോരുത്തരിൽ നിന്നും ഇൻഫോർമേഷൻ പാസ് ചെയ്ത് ഏറ്റവും ബോട്ടം ലെവൽ വരെയും എത്തണം. അപ്പൊ അത്തരത്തിൽ വരുന്ന എ ക്ലിയർ അൺബ്രോക്കൺ ലൈൻ ഓഫ് അതോറിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്റ്റെൻഡിങ് ഫ്രം ദി ടോപ്പ് ടു ദ ബോട്ടം ഓഫ് ദ ഓർഗനൈസേഷൻ, അതാണ് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. ഇനി 10th വൺ, ഓർഡർ. ഓർഡർ എന്ന് പറയുമ്പോഴേ നമുക്കൊരു കാര്യം മനസ്സിലാവും, എല്ലാം അടുക്കും ചിട്ടയോടും കൂടി വെക്കുക. എവറിത്തിങ് ആൻഡ് എവറി വൺ ഇൻ ദിയർ പ്ലേസ്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു ഓർഗനൈസേഷനിലുള്ള, ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, മാനുഫാക്ചറിങ് ടൂൾസ്, അതൊക്കെ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെക്കേണ്ട സ്ഥലത്ത് സ്റ്റോർ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ദ മാനുഫാക്ചറിങ് ടൂൾസ് ദേ ആർ ലേബിൾഡ് ആൻഡ് സ്റ്റോർഡ് പ്രോപ്പർലി. അതൊരു എക്സാമ്പിൾ ആണ്. അപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എവറിത്തിങ് ആൻഡ് എവറി വൺ, അവിടെ ഓർഗനൈസേഷനിലുള്ള വസ്തുക്കളും അവിടുത്തെ വർക്കേഴ്സും, ജോലി ചെയ്യുന്ന എംപ്ലോയീസും അടുക്കും ചുറ്റോടും കൂടി അവരവരുടെ സ്ഥലങ്ങളിൽ എല്ലാം കൃത്യമായിട്ട് അടുക്കി പറക്കി വെക്കുക എന്നുള്ളതാണ് ഓർഡർ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എവറിത്തിങ് ആൻഡ് എവറി വൺ ഇൻ ദിയർ പ്ലേസ്. ഇനി ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈക്വൽ ട്രീറ്റ്മെന്റ്, ഒരു തുല്യത എപ്പോഴും ഉണ്ടായിരിക്കണം. ഫെയർ ആൻഡ് റെസ്പെക്ട്ഫുൾ ട്രീറ്റ്മെന്റ്, അതുപോലെ എല്ലാവർക്കും, ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു അവസരം, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെന്റ്, ഈക്വലി റെസ്പെക്ട്ഫുൾ ട്രീറ്റ്മെന്റ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ തുല്യത ഉണ്ടായിരിക്കണം. ഫെയർ ആൻഡ് റെസ്പെക്ട്ഫുൾ ട്രീറ്റ്മെന്റ്. ഇപ്പം ബോട്ടം ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്ന് പറഞ്ഞ് നമ്മൾക്ക് അവരെ പരിഹസിക്കാനോ ഇല്ല, അവർക്കും അവരുടേതായിട്ടുള്ള റെസ്പെക്ട് കിട്ടണം. ഫെയർ ആൻഡ് റെസ്പെക്ട്ഫുൾ ട്രീറ്റ്മെന്റ്, തുല്യരായിട്ട് ബഹുമാനത്തോടു കൂടി എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, തുല്യത. അതുപോലെ എല്ലാവർക്കും ഒരേപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ കൊടുക്കുക. അതൊക്കെയാണ് ഇക്വിറ്റിയിൽ വരുന്നത്. 12th വൺ, സ്റ്റെബിലിറ്റി ഓഫ് ടെനുവർ എന്ന് പറഞ്ഞ എന്താണ്? അവരവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു കാലയളവ്. അപ്പൊ അവരുടെ ഒരു വർക്കിംഗ് പീരീഡിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം, സ്റ്റേബിൾ ആവണം, അല്ലെ? അതിനൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ഇപ്പം അതിന്റെ അർത്ഥം എന്താണ്? ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന ജോബ്, ഒരു ജോബ് സെക്യൂരിറ്റി അവർക്ക് വേണം. കാരണം എന്താ? പെട്ടെന്ന് ഒരു ദിവസം സെക്യൂർ അല്ലാത്ത ഒരു ജോബിൽ ഇരുന്നു കൊണ്ട് അവരെ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യും. അത് ടെർമിനേഷനും ഡിസ്മിസലും ഒക്കെ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാണ്. അതിന് തക്കതായ റീസൺസ് ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അവർക്ക് എതിരായിട്ട്, അവരുടെ ഓർഗനൈസേഷന് എഗ്രിമെന്റ്സിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെയും, അല്ലെ, അങ്ങനെ ടെർമിനേഷനും ഡിസ്മിസലും ഒക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും അതൊക്കെ അവരവരുടെ ഡിസിപ്ലിനറി ആക്ഷൻസ് പോലെ ഇരിക്കും. ഇവിടെ സ്റ്റെബിലിറ്റി ഓഫ് ടെനോർ എന്ന് ഉദ്ദേശിക്കുന്ന അവർ ജോലി ചെയ്യുന്ന ആ ഒരു ജോബ് സെക്യൂരിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. അവരുടെ ഒരു കാലയളവിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ കുറെ നാള് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ലോങ് സെർവിങ് ആയിട്ടുള്ള എംപ്ലോയീസിന്
കുറച്ചും കൂടി ഇപ്പൊ ഒരു കമ്പനിയിൽ 10 വർഷമായിട്ടും 20 വർഷമായിട്ട് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അവർ കുറച്ചും കൂടി ദേ ഫീൽ മോർ ലോയൽ ആൻഡ് പ്രൊഡക്റ്റീവ്. കുറച്ചും കൂടി ലോയാലിറ്റി അല്ലെങ്കിൽ സത്യസന്ധതയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്യണം ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവരൊരു ജോബ് സെക്യൂരിറ്റി ഉണ്ട്, അവരുടെ ആ ഒരു ടെന്യൂർ കാലയളവിനൊരു സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് തോന്നണം. ദാറ്റ് ഈസ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ, ജോബ് സെക്യൂരിറ്റി എന്ന് ഓർത്താൽ മതി. 13.1 ഇനിഷ്യേറ്റീവ്. ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പുതിയ ഐഡിയാസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ഒക്കെ അവർക്കും എന്തായിരിക്കും അവരുടേതായിട്ടുള്ള സജഷൻസ് ഒക്കെ ഉണ്ടാകും, അവരുടേതായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ ഉണ്ടാകും. പ്രോഡക്റ്റ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ എന്തെങ്കിലും എന്താണ് പുതിയ ട്രെൻഡുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള പ്രോഡക്റ്റ് ഇംപ്രൂവ്മെന്റ്സിന് സജഷൻസ് കൊടുക്കാനായിട്ട് എന്താണ് ഒരു അവസരം കൊടുക്കണം. ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുക, അവരുടെ ആ ഒരു ഇനിഷ്യേറ്റീവും കൂടി നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പുതിയ പുതിയ ഐഡിയാസും ഇതൊക്കെ വരുന്ന സമയത്ത് അവരെ കൂടി എൻകറേജ് ചെയ്യുക, അല്ലെ? നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുക, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കുക. അല്ലെങ്കിൽ ബോട്ടം ലെവലിൽ വർക്ക് ചെയ്യുന്നവരാണ്, അവരുടെ എന്താണ് മാറ്റി നിർത്തപ്പെടുന്ന രീതിയൊന്നുമില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സജഷൻസോ ന്യൂ ഐഡിയാസോ ക്രിയേറ്റീവ് തിങ്കിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എൻകറേജ് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യുക. അത്തരത്തിലുള്ളൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരിക്കണം, അല്ലെ? എംപ്ലോയീസിന് പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടാകും. ചിലപ്പം ചില എംപ്ലോയീസിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും അതിനുള്ള എബിലിറ്റി ഒക്കെ ഉള്ളവരുണ്ടാകും. അപ്പൊ അവരെ മുന്നോട്ട് കൊണ്ടുവരാനും എൻകറേജ് ചെയ്യിപ്പിക്കാനും ഉള്ളൊരു ഇനിഷ്യേറ്റീവ് മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടാണ്. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ. ആ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഇനി എന്താണ് 14 പറഞ്ഞിരിക്കുന്നത്? എസ്പ്രിറ്റ് ഡി കോപ്സ്. എസ്പ്രിറ്റ് ഡി കോപ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യൂണിറ്റി സ്ട്രെങ്ത് ആണ്. അതായത് നമ്മൾ പറയത്തില്ലേ എല്ലാരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുക, ഒരു ഐക്യം ഉണ്ടാവണം. ഐക്യം എന്ന് പറയുന്നത് ഒരു ബലമാണ്. എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു യൂണിറ്റി, ഇപ്പൊ ടീമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, ആ ടീം ഗ്രൂപ്പ്, ആ വർക്കിംഗ് ഗ്രൂപ്പിലെ ടീം മെമ്പേഴ്സ് എല്ലാവരും തമ്മിൽ ഒരു യൂണിറ്റി, ഒരു ഐക്യം ഉണ്ടെങ്കിൽ എന്താണ് ഒരു ടീം സ്പിരിറ്റ് ആണ്. അപ്പൊ പെട്ടെന്ന് അവരുടെ ആ ഒരു റിസൾട്ട് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് 14 ഉണ്ട്. അതിൽ 7 നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. അടുത്ത 7 പറഞ്ഞത്. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം? ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ, സ്കേലാർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ, ഇനിഷ്യേറ്റീവ്, എസ്പ്രിറ്റ്, ഡി കോപ്സ്. ഇത്രേ മാത്രമേ ഉള്ളൂ പഠിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക്